കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ വേണുഗോപാൽ. ഒരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെയെല്ലാം കീഴടക്കി കോൺഗ്രസിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ? കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആരാകും മുഖ്യമന്ത്രി? കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പ്രധാനിയായ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ. സുധാകരനും ശശി തരൂരും ഭാവി മുഖ്യമന്ത്രിയാകുമെന്ന വിലയിരുത്തലുകൾ മുമ്പെത്തിയിരുന്നു. ഇതിൽ തരൂരും സുധാകരനും സാധ്യതകളിൽ നിന്നും ഏറെ അകന്നു നിന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പതിയെ ചിത്രത്തിൽ നിന്നും പുറത്താവുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഹൈക്കമാൻഡ് സമവാക്യം അനുകൂലമാക്കാൻ കഴിയുമോ എന്ന് ആർക്കും ഉറപ്പില്ല. ഈ സാഹചര്യത്തിൽ കെ.സിക്ക് സാധ്യത കൂടി. ഇതിനിടെ മുസ്ലിം ലീഗും കെ.സിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കെ.സിയോട് ലീഗ് ആവശ്യപ്പെടുകയായിരുന്നു. NSSുമായും കെ.സിക്ക് നല്ല ബന്ധമാണുള്ളത്. ഇപ്പോഴിതാ വെള്ളാപ്പള്ളിയും കെ.സിയെ അംഗീകരിക്കുന്നു. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ കെ.സി മുഖ്യമന്ത്രിയാകട്ടെ എന്നതാണ് വെള്ളാപ്പള്ളിയുടെ വെളിപ്പെടുത്തൽ. UDFിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത കെ.സി. വേണുഗോപാലിനെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാക്ക് എന്നത് ശ്രദ്ധേയമാണ്. ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് വേണുഗോപാലിനൊപ്പമാണ്. ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പുള്ളി ഇവിടെ ഇഷ്ടം പോലെ അനുയായികളെ ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സോണിയയുടെ മകന് കെ.സിയെ വേണം. രാഹുൽ വിടുമോ എന്നതാണ് പ്രശ്നം. ഞാനുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റൂ. ഇവിടെയുള്ളൊരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെയെല്ലാം കീഴടക്കി അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. അതേസമയം വെള്ളാപ്പള്ളി കൂടി അംഗീകരിച്ചതോടെ ലീഗും NSSും അനുകൂലിക്കുന്ന കെ.സി ഇതോടെ കേരള രാഷ്ട്രീയത്തിലും നിർണായക ശക്തിയായി മാറുകയാണ്. വി.ഡി. സതീശനെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളിയാണ് കെ.സിയെ അനുകൂലിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനകളിൽ നിർണായക പങ്കുവഹിച്ചതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുവെന്ന് വ്യക്തമായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.